അതെ, ഈ ഒരു ചാള വറ്റിച്ചതുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു തരി ചോറ് പോലും കളയാതെ നമ്മൾ പൂർണ്ണമായിട്ടും കഴിച്ച് തീർക്കും. അത്രയ്ക്ക് സ്വാദാണ്. പിന്നെ എന്ന് ചാള വാങ്ങിച്ചാലും നമ്മൾ ഇതേ രീതിക്ക് തന്നെ ട്രൈ ചെയ്യുള്ളൂ. വേറൊരു മാറ്റവും നമ്മൾ വരുത്താനായിട്ട് ശ്രമിക്കില്ല. അത്ര സൂപ്പറാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം മാത്രം മതി കേട്ടോ. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലേക്ക് മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ കേടാവുന്നുള്ള പേടിയും വേണ്ട. വളരെ പെട്ടെന്ന് നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്നൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ഓരോ ഐറ്റംസ് ഒന്ന് ചതച്ചെടുക്കുവാണ് കേട്ടോ. ആദ്യം വെളുത്തുള്ളി, ഒരു പിടി അളവിൽ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് ചതച്ചെടുത്തു. പിന്നെ നമ്മൾ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി അളവിൽ നമ്മൾ ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയുള്ളിക്ക് പകരം സവോള ചേർക്കട്ടെ എന്ന് ചോദിക്കരുത്, കാരണം ഈ ഒരു ടേസ്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിലേക്ക് ചെറിയുള്ളി തന്നെ ചേർക്കണം കേട്ടോ. പിന്നെ മീൻ ഇതുപോലെയാണ് വെട്ടി വൃത്തിയാക്കിയിട്ട് നമ്മൾ വറുക്കാനൊക്കെ എടുക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഒരു 2 ടീസ്പൂൺ അളവിൽ എന്തായാലും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുകും ഒരു 10-15 മണി ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴാണ് ഞാൻ ഇതുപോലെ ചതയ്ക്കുമ്പോൾ ഒരുപാട് ചതഞ്ഞ് അരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കഴിവതും അമ്മിയിലോ അല്ലെങ്കിൽ ഇടികല്ലിലോ വെച്ചിട്ട് ചതച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കാരണം ഒരുപാട് അരിഞ്ഞ് കിട്ടണ്ട, അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് ഒരുപാടങ്ങ് ബ്രൗൺ കളറാവാൻ നിൽക്കണ്ട. ഒന്ന് കളറ് മാറി ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിനുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എരിവൊക്കെ നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കറിക്കനുസരിച്ചും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 2.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഈ ഒരു കറിയിലേക്ക് ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ഈ ഒരു പൊടികളൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ഒരു മൂപ്പിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ തീ കൂട്ടി വെച്ച് കരിഞ്ഞു പോകാതെയൊക്കെ ശ്രദ്ധിക്കണം. ആ ഒരു മൂത്ത് വരുന്നതിലാണ് ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് പൊടി നന്നായിട്ടൊന്ന് മൂത്ത് ഫ്രൈ ആയി വരുന്നതാണ് ഈ ഒരു കറീൻ്റെ രുചി എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെയധികം ഈ ഒരു സ്റ്റെപ്പ് ശ്രദ്ധിക്കണം, പൊടി ഒട്ടും തന്നെ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നല്ല പഴുത്ത തക്കാളി ചെറിയ പീസാക്കിയിട്ട് നുറുക്കിയിട്ട് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയിൽ പുളി അധികം വേണ്ടവരാണെങ്കിൽ 2 ചേർത്തോളൂ. ഞാനിപ്പോൾ അത്യാവശ്യം വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ 1 ചേർത്ത് കൊടുത്തത്. ഈ നല്ലോണം മസാല ചൂടായി കിടക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെന്ത് അലിഞ്ഞ് കിട്ടും. ആ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ തക്കാളി ചേർത്ത് കൊടുത്ത വഴിക്ക് തന്നെ ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുന്നത് കൊണ്ട് നല്ല രീതിക്ക് അത് നല്ലൊരു മസാല പരുവത്തിൽ വെന്ത് നല്ലതായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും ഒരു 2-3 കുടംപുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉപ്പ് ഈ മസാലയുടെ എല്ലാ വശത്തും വരുന്ന വിധത്തിൽ നല്ല രീതിക്ക് ഒന്ന് നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ വാളംപുളി ചേർക്കുന്നവരാണ് എങ്കിൽ ഈ ഒരു ടൈമിൽ വാളംപുളി നല്ലോണം പിഴിഞ്ഞ് അരിച്ചിട്ട് അത് ചേർത്ത് കൊടുത്തോളൂ. ഞാനിവിടെ കുളമ്പുളി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് കുടംപുളി ചേർത്ത് കൊടുത്തത് കേട്ടോ. മീൻപുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ മസാലയൊക്കെ നല്ല കളറൊക്കെ മാറി നന്നായിട്ട് മുരിഞ്ഞ് എണ്ണയൊക്കെ പൊടിഞ്ഞ് വരുന്ന ഈ ഒരു ടൈമിലാണ് നല്ല തിളച്ച വെള്ളം, മുന്നേ നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ച്, ഈ ഒരു ടൈമിൽ നമ്മൾ പച്ചവെള്ളം യൂസ് ചെയ്യാനായിട്ട് പാടില്ല. തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചാറ് എത്ര വേണം എന്നുള്ളത് ഇപ്പോൾ നമുക്ക്, കാരണം ഇതൊരു വറ്റിച്ച് നന്നായിട്ട് അത്യാവശ്യം ചാറ് വറ്റിച്ചെടുക്കുന്ന കറിയാണ്. അപ്പോൾ ആ വറ്റിച്ചെടുക്കുന്നതിനും കൂടി പാകത്തിനുള്ള ഒരു ചാറ് ഇതിലേക്ക് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചാറ് മതി, കാരണം കുറുകിയ കറിയാണ്, പറ്റിച്ച കറി, ചാള വറ്റിച്ചതാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഉപ്പ് പുളി എല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞ ശേഷം നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ വരഞ്ഞ് വൃത്തിയായിട്ട് വെട്ടിക്കഴുകി വരഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഫിഷും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചാള വറ്റിച്ചത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. പിന്നെ 2-3 ദിവസമൊക്കെ നമുക്ക് വെച്ചിരുന്ന് കൂട്ടാനായിട്ടും പറ്റും കേട്ടോ. കാരണം നല്ല സ്വാദാണ്. ഇന്നുണ്ടാക്കുന്ന കറി നാളെ കൂട്ടുമ്പോഴായിരിക്കും അതിൻ്റെ സ്വാദ് കൂടിക്കൂടി വരിക. കാരണം ഇത് കേടാവാതിരിക്കാനായിട്ട് ഇതിലേക്ക് നമ്മൾ പിന്നെ സവോള അതുപോലെ തന്നെ
മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 ദിവസം ഇരിക്കുമ്പോഴേക്കും ചിലപ്പോൾ കേടാകിന്ന് വരും. പക്ഷേ ഇതൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് വെച്ചിരിക്കും തോറും അത്രയും സ്വാദായിട്ട് വരികയുള്ളൂ കേട്ടോ. പിന്നെ മീൻ കറി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു മീൻ കറി നമ്മൾ മൺചട്ടിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ. ഇത് കണ്ടോ, മീനൊക്കെ നല്ല വെന്ത് ഈ ഒരു കഷ്ണങ്ങളിലേക്കൊക്കെ നന്നായിട്ട് ഈ ഒരു പുളീൻ്റെയും ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ സ്വാദ് ഈ ഒരു ഫിഷിലേക്ക് നല്ല രീതിയിൽ തന്നെ പിടിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വരഞ്ഞിട്ട് തന്നെ ഇത് വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് നല്ല കുറുകി നല്ല അടിപൊളിയായിട്ടുള്ള മണവും വരുന്നുണ്ട്. സൂപ്പറായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്യുക. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, കപ്പേൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ചപ്പാത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റായിട്ടുള്ള കോമ്പിനേഷനാണ്. ഇപ്പോൾ ചക്കേൻ്റെയൊക്കെ സീസണാണല്ലോ, ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി ചക്കേൻ്റെ കൂടെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഒറ്റവട്ടം നമ്മളിങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ചാള മേടിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ട്രൈ ചെയ്യുക. അത്ര സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഫിഷിൻ്റെ പിന്നെ മത്തീൻ്റെയൊക്കെ പലതരത്തിലുള്ള തേങ്ങ അരച്ചതും തേങ്ങ അരയ്ക്കാത്തതുമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ ഒരുപാട് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർ പ്ലേ സ്റ്റോറിൽ കയറിയിട്ടൊന്ന് കാണുക. പിന്നെ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.